ഹലോ, അസ്സലാമു അലൈക്കും. നമ്മളെ സമസ്തൻ്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന ഒരു ഫണ്ട് കളക്ഷൻ ഉണ്ട്, തഹിയ. അത് നമ്മൾ ഫോണിൽ എങ്ങനെയാണ് നമ്മൾ ആപ്പ് വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. നമ്മൾ എല്ലാവരും ഫോണിലുണ്ടാവും, പ്ലേ സ്റ്റോറിലുണ്ടാവും, നമ്മൾ ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ എടുക്കുക, അതിനകത്ത് തഹിയ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റിൽ തന്നെ വരും തഹിയ, THAHIYYA, തഹിയ. അപ്പോൾ ഫസ്റ്റിൽ തന്നെ വരുന്ന ആപ്പാണ് അത്. ആ ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക ഫോണിൽ. അതിനകത്ത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് വരുന്ന വിൻഡോ, ഫസ്റ്റിൽ വരുന്നത് എമൗണ്ട് നമ്മൾ ഇതുവരെ ടോട്ടൽ സമസ്ത പിരിച്ച എമൗണ്ടാണ് ഈ കാണിക്കുന്ന എമൗണ്ട്. പിന്നെ അതിനകത്ത് താഴത്ത് ഒരു കോൺട്രിബ്യൂട്ട് നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക. അതെടുത്തതിന് ശേഷം നമ്മൾ പേയ്മെൻറ്റ് എത്ര എമൗണ്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മളെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മളെ പേര് ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ പോസ്റ്ററിനകത്ത് നമ്മളെ പേര് കാണിക്കണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുത്തെ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പേര് പോസ്റ്റിനകത്ത് വരത്തില്ല. നമുക്കിനി പേര് കാണിക്കണം എന്നുണ്ടെങ്കിൽ ടിക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മളെ പേര് അതിനകത്ത് കാണിക്കുകയും ചെയ്യും. പിന്നെ അതിന് ശേഷം നമ്മൾ ഫോൺ നമ്പർ 10 ഡിജിറ്റ് ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുക. അതിന് ശേഷം പിന്നെ വരുന്നതാണ് നമ്മളെ മദ്രസൻ്റെ പേരിലാണ് നമ്മൾ എല്ലാ പേയ്മെൻറ്റും ചെയ്യേണ്ടത്. അപ്പോൾ മദ്രസൻ്റെ പേര് നമ്മൾ അതിനകത്ത് പോയിട്ട് സെർച്ച് ചെയ്യുക. മദ്രസൻ്റെ ഒന്നല്ലെങ്കിൽ ഹിദായത്തുൽ മുത്തല്ലിമീൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പേര് വരും. അല്ലാന്നുണ്ടെങ്കിൽ മണലായ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ പേര്, മദ്രസൻ്റെ പേര് കിട്ടും. പിന്നെ അല്ല, വേറൊരു ഓപ്ഷൻ എന്താ വെച്ചാൽ 1279 മദ്രസൻ്റെ കോഡാണ് വരുന്നത്, 1279. അപ്പോൾ അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതിന് ശേഷം അത് സെലക്ട് ചെയ്യുക. അതിന് ശേഷം പിന്നെ വരുന്നതാണ് നമ്മുടെ സംഘടനയുടെ പേര്. താഴത്ത് വരുന്നതാണ് സംഘടനയുടെ പേര്. LSKS എല്ലാ സംഘടനയുടെ പേരും അതിനകത്തുണ്ടാവും. അതിന് ശേഷം നമുക്ക് 2-3 രീതിയിൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. UPI ആപ്പ് വെച്ചിട്ട് ചെയ്യാം, പിന്നെ QR കോഡ് സ്കാൻ ചെയ്തിട്ട് ചെയ്യാം, പിന്നെ നെറ്റ് ബാങ്കിങ് വെച്ചിട്ടും ചെയ്യാം. അങ്ങനെ 3 രീതിയിൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. UPI ആദ്യം നമുക്ക് വരുന്നത് UPI ആപ്പാണ്. UPI ആപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ Paytm, ഗൂഗിൾ പേ, ഫോൺ പേ, അങ്ങനെ എല്ലാ ആപ്പും ഉണ്ടാവും. അപ്പോൾ അത് ജസ്റ്റ് അതിലെടുത്ത് കഴിഞ്ഞാൽ അത് ഏത് ആപ്പാണ് നമ്മുടെ ഫോണിലുള്ളത് വെച്ചാൽ അതിലെടുത്ത് ഓപ്പൺ ആവും. അപ്പോൾ ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് പേയ്മെൻറ്റ് ആവും. പിന്നെ ഉള്ളൊരു ഓപ്ഷൻ സ്കാന് UPI QR കോഡ്. അത് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു QR കോഡ് ജനറേറ്റ് ആവും. ആ QR കോഡ് 15 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മളടുത്തുള്ള UPI ആപ്പ് വെച്ചിട്ട് ഗൂഗിൾ പേയോ Paytm വെച്ചിട്ട് പേയ്മെൻറ്റ് സ്കാൻ ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളടുത്ത് ഫോണിൽ ഇനി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാതെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യാം. അതിനകത്ത് നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് തഹിയ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ THAHIYYA തഹിയ ഫണ്ട് കളക്ഷൻ എന്നോ തഹിയ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റിൽ തന്നെ വരും tahiya.samasta.info എന്ന് പറഞ്ഞ സൈറ്റ് വരും. ആ സൈറ്റിനകത്ത് കയറി കഴിഞ്ഞാലും നമുക്ക് വേണമെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യാം, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ. അതിനകത്ത് താഴത്ത് ഇതേമാതിരി തന്നെ നമ്മൾ നേരത്തെ ആപ്പിൽ കണ്ട മാതിരി തന്നെ അതേമാതിരി ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്യാം വേണമെങ്കിൽ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ.